ന്യൂസ് മീഡിയയിലേക്ക് വിശദമായി MT വാസുദേവൻ നായർ വിമർശിച്ചത് കേന്ദ്ര സർക്കാരിനെതിരെയാണെന്ന് ആവർത്തിച്ച് EP ജയരാജൻ. മുഖ്യമന്ത്രി വേദിയിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു വിമർശനത്തിന് സാധ്യതയില്ല. ഇടതുപക്ഷ വിരോധികളാണ് അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നതെന്നും MT വിവാദത്തിലേക്ക് വലിച്ചിഴച്ച് ഉപദ്രവിക്കരുത് എന്നും EP ജയരാജൻ പറഞ്ഞു. തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അടിസ്ഥാനമാക്കിയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. എനിക്ക് കേട്ടപ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് തോന്നിയത്. നേതൃപൂജയെ ഏറ്റവും അധികം എതിർക്കുന്നത് CPM തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി വേദിയിൽ ഇരുത്തിയതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പറയാം. കേരളത്തെയോ മുഖ്യമന്ത്രിയെയോ ആക്ഷേപിക്കാനുള്ള ഒരു സാധ്യതകളും കാണുന്നില്ല. പക്ഷേ ഇടതുപക്ഷ വിരോധികൾ, ഇടതുപക്ഷ ഗവൺമെന്റിനെ എതിർക്കുന്നവർ, മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കാൻ നടക്കുന്ന കുറെ ആളുകൾ, അവർക്ക് ഏതിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കുമെതിരെ തിരിച്ചുവിടാനുള്ള അവരുടെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗമെടുത്ത് വിവാദത്തിലിട്ട് അദ്ദേഹത്തെ പോലെ സാഹിത്യ രംഗത്തെ ഒരു വലിയ പ്രതിഭയെ വിവാദത്തിലേക്ക് വലിച്ചെടുക്കുന്നത്. MT വിമർശിച്ചത് പിണറായി വിജയനെ തന്നെയെന്ന് K മുരളീധരൻ. MT പറഞ്ഞത് മോദിക്കും ബാധകമാണ്, വായിക്കുന്നവർക്ക് കാര്യം മനസ്സിലാകുന്നു. വിമർശനം EP ജയരാജന് മനസ്സിലാകാഞ്ഞിട്ടല്ല എന്നും കാര്യം പറഞ്ഞാൽ പണി പോകുമെന്ന പേടിയാണെന്നും മുരളീധരൻ പരിഹസിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ രൂപം ഇപ്പോൾ സാഹിത്യകാരന്മാർ വരെ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ MTയുടെ പ്രസംഗം. അത് വളരെ അർത്ഥവത്താണ്. അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് എന്തുമാത്രം മാറി എന്നുള്ളത് വളരെ വ്യക്തമാണ്. എഴുത്തും വായനയും അറിയാവുന്നവർക്കൊക്കെ അത് കേട്ടാൽ മനസ്സിലാവും. EP ജയരാജന് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ അത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി പോകുന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒന്ന് മാറ്റി പറഞ്ഞു. എല്ലാവർക്കും കാര്യം മനസ്സിലായി. ഇനി മോഡിയെക്കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഫലത്തിൽ പിണറായിനെയാണ് ആദ്യം ഉദ്ദേശിച്ചത്. അത് മോഡിക്ക് അപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് കാണുന്നത്. ഇന്നലത്തെ ആ പ്രഭാഷണത്തിൽ നിന്ന് മുഖ്യമന്ത്രിനെയും ഒരുപക്ഷെ പ്രധാനമന്ത്രിനെയും ഉദ്ദേശിച്ചിരിക്കാം. ഏതായാലും രണ്ടുപേർക്കും അത് ബാധകമാണ്. ഇന്നലെ MT പറഞ്ഞത് രണ്ടുപേർക്കും ബാധകമാണ്. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയുള്ള MTയുടെ വിമർശനത്തിൽ പ്രതികരണവുമായി സാഹിത്യകാരൻ NE സുധീർ. വിമർശിക്കുകയായിരുന്നില്ല, ചില യാഥാർത്ഥ്യങ്ങൾ പറയുകയായിരുന്നുവെന്ന് MT തന്നോട് പറഞ്ഞു. അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അതാണ് നല്ലതെന്ന് MT പറഞ്ഞുവെന്നും NE സുധീർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. പിന്നീട് അദ്ദേഹം ആ പ്രതികരണം നടത്തുകയും ചെയ്തു. ഇപ്പം ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കുന്നതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സമൂഹത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുവായി സംസാരിക്കുന്നത് എനിക്കും ചിലത് പറയാനുണ്ട്, പറയേണ്ട സമയമായി എന്ന് കരുതുന്നു. ഞാൻ ചിലതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സുധീർ, നാളത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാനത് കൃത്യമായിട്ട് പറയും എന്ന് തന്നെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് വ്യക്തമാണ്. അദ്ദേഹം വളരെ ധാരണയോടുകൂടി വന്ന ആളാണ്. ധാരണയില്ലാതെ ഒരു വാക്ക് പോലും ഒരു ചുണ്ടിൻ്റെ ചലനം പോലും ആലോചിക്കാതെ ചെയ്യുന്ന ആളല്ല MT പറഞ്ഞതാണ് യാഥാർത്ഥ്യമാണ്. സമൂഹത്തിൻ്റെ മുന്നിലുള്ള യാഥാർത്ഥ്യത്തെ അത് പൊളിറ്റിക്സായി ചുരുക്കി കാണരുതെന്നാണ് ഞാൻ പറയുന്നത്. അതൊരു സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് MT പറഞ്ഞത്. MT എന്നും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. കാരണം പക്ഷേ അത് പറയേണ്ട സമയം നമുക്കറിയാം. നോട്ട് ചെയ്തതിനകത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വ്യക്തിപരമായിട്ട് ആരെങ്കിലും പരാമർശിക്കുന്ന പരിപാടി അദ്ദേഹം ഒരിക്കലുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വേദിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് കരുതുന്നത്. MS അനീഷ് കുമാർ ചേർന്ന് വിവരങ്ങളുമായി. അനീഷ്, ഈ വളരെ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയായിരുന്നു ഇന്നലത്തെ MTയുടെ പരാമർശം. അത് ഇടത് കേന്ദ്രങ്ങളിൽ അത് കേന്ദ്ര സർക്കാരിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയുന്നു. എന്നാൽ മറുവശത്ത് അത് പിണറായി വിജയനെ വേദിയിലിരുത്തിയുള്ള വിമർശനമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ഈ പൊതുവായി NE സുധീറിന്റെ വാക്കുകളിൽ നിന്ന് എന്താണ് മനസ്സിലായത്? തീർച്ചയായും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിയ, അല്ലെങ്കിൽ രാഷ്ട്രീയ വിസ്ഫോടനമായി മാറിയ ഒരു പ്രസംഗം തന്നെയാണ് KLFന്റെ കോഴിക്കോട് വേദിയിൽ MT നടത്തിയത്. അദ്ദേഹവുമായി ഈ പ്രസംഗത്തിന് മുമ്പും പിന്നീടും സംസാരിച്ച ആ സാഹിത്യകാരനാണ് K സുധീർ. അദ്ദേഹമാണ് വ്യക്തമാക്കുന്നത്. കാരണം സംസാരിക്കും മുമ്പ് തന്നെ ഇത്തരമൊരു
ഒരു വലിയ വിമർശനം താൻ നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ വലിയൊരു പ്രതികരണങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു പ്രസംഗങ്ങൾ താൻ ചെയ്യാൻ പോകുന്നു എന്ന് നേരത്തെ തന്നെ MD പറഞ്ഞിരുന്നു. പ്രസംഗത്തിന് ശേഷവും താൻ വിമർശനമല്ല നടത്തിയത്, ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് താൻ പറഞ്ഞതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതായത് നേരത്തെ നടത്തിയ പ്രസംഗത്തിൽ MT വാസുദേവൻ നായർ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാവുന്നത്. ചില യാഥാർത്ഥ്യങ്ങൾ ചില ആളുകളുടെ സാന്നിധ്യത്തിൽ തന്നെ പറയേണ്ടതുണ്ട്, അത് MD കൃത്യമായ ഒരു വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾക്ക് പല മാനങ്ങൾ, പല തലങ്ങൾ നമുക്കൊരു പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞെന്നിരിക്കും. അതിന് കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് വേണമെങ്കിൽ അവരെ ആണെന്ന് വേണമെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, സംസ്ഥാന സർക്കാരിനെയും CPM-നും ആണെന്ന് വേണമെങ്കിൽ അങ്ങനെയുള്ളവർക്കും വിശ്വസിക്കാം. പക്ഷേ അദ്ദേഹം ഉയർത്തിക്കാട്ടിയ ചില ഉദ്ധരണികൾ, ചില ഉദാഹരണങ്ങൾ ഒക്കെ ഈ നിലവിലുള്ള സംസ്ഥാന സർക്കാരിനെയും അല്ലെങ്കിൽ CPM-ൻ്റെ നേതാക്കളെയും ഒക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്ന് പ്രതിപക്ഷം പറയുന്നു. കാരണം റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ തകർച്ച അല്ലെങ്കിൽ റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ച അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രസംഗത്തിൽ ഉന്നയിക്കുന്നു. ആൾക്കൂട്ടമാണ് അധികാരത്തിലേക്ക് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ എത്തിച്ചത്. പിന്നീട് ആ ജനസേവന സിദ്ധാന്തം എന്നതിൽ നിന്നും പിന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ അത്തരം ജനസേവനം എന്നതിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ എത്തി. പക്ഷേ അത്തരത്തിൽ ഒരു അപജയം സംഭവിച്ചപ്പോഴും ആ സംഭവിച്ച അപജയം തിരിച്ചറിയാൻ കഴിയാതെ അല്ലെങ്കിൽ അതിനുള്ള ജാഗ്രത കാട്ടാതെയാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതുതന്നെയാണ് പിന്നീടൊരു തകർച്ചയിലേക്ക് സോവിയറ്റ് റഷ്യയെ നയിക്കാൻ കാരണമായതും എന്നും അദ്ദേഹം വ്യക്തമാവുന്നു. ചുവരെഴുത്ത് വളരെ കൃത്യമാണ്. അതിൽ നിന്നുമാണ് പിന്നീട് ഒരു വലിയ തകർച്ചയിലേക്ക് പോകുന്നു. സമാനമായ ഒരു സാഹചര്യം തന്നെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. 1957 കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അധികാരത്തിലെത്തിയപ്പോൾ അത് അധികാരത്തിലെത്തിയപ്പോൾ അതുകൊണ്ടെല്ലാം ആയി എന്ന് കരുതുന്ന ചില ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നും കാര്യങ്ങൾ മുന്നോട്ട് പോയി. അത്തരത്തിൽ അതുകൊണ്ടെല്ലാമായി എന്ന് കരുതാത്ത ഒരു നേതാവായിരുന്നു EMS, ഒരു മഹാനായ നേതാവായിരുന്നു EMS എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹം വ്യക്തിപൂജയിൽ വിരമിച്ചിരുന്ന ആളായിരുന്നില്ല. അദ്ദേഹം കൃത്യമായ ആൾക്കൂട്ടം ഏതു തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കപ്പെടേണ്ടത് എന്ന ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നും സുനിൽ പി ഇളയിടമാണ്, ഇടത് ചിന്തകനാണ്. അദ്ദേഹം ഈ KLF-ൽ പങ്കെടുക്കാനായി എത്തിയതാണ്. നമുക്കറിയാം സാഹിത്യകാരന്മാരുടെ ഒരു വലിയ നിര ഇപ്പോൾ ഈ KLF-ൽ വേദിയിലുണ്ട്. സച്ചിദാനന്ദനുണ്ട്, സുനിൽ പി ഇളയിടമുണ്ട്, സ്പീക്കർ AN ഷംസീർ ഒരു പ്രഭാഷണത്തിനായി അല്പസമയം മുമ്പ് അദ്ദേഹത്തെ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം ഒരു പ്രതികരണവും നടത്തില്ല എന്ന് അറിയിച്ചു. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു സെഷനിൽ പങ്കെടുക്കാനായി ഈ KLF വേദിയിലേക്ക് എത്തും. എന്തായാലും എല്ലാവരുടെയും ഒരു പ്രതികരണ വിഷയം ഈ MTയുടെ വിമർശനം തന്നെയായി ഇരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ പ്രസംഗം ഉയർത്തിയ നാനാവിധത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ കേരളീയ രാഷ്ട്രീയ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അനീഷ്, ഈ NA സുധീറിന്റെ പരാമർശം അല്ലെങ്കിൽ വിശദീകരണം, ഫേസ്ബുക്ക് പോസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാവട്ടെ, അത് ശ്രദ്ധേയമാണ്. പക്ഷേ അതിലൊരു പ്രത്യേക സാഹചര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കുകയാണ് ഈ പരാമർശം നടത്തിയത് എന്നുള്ളതാണ് MT. അപ്പോൾ അത് സ്വാഭാവികമായും അത് പിണറായി വിജയനെതിരെയുള്ള വിമർശനമായി ഇപ്പോൾ അതങ്ങനെയല്ല കരുതിയത് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടാലും അങ്ങനെ തന്നെയാണ് എന്ന് കരുതുന്നത്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എന്ന് ശരി, ഞാൻ MS അനീഷ് കുമാറിലേക്ക് എത്താം. എന്താണെങ്കിലും MT വാസുദേവൻ നായരുടെ ഇന്നലത്തെ KLF വേദിയിലെ പ്രതികരണം അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. MT വിമർശിച്ചത് കേരളത്തെയും പിണറായിയും തന്നെയാണെന്ന് കോൺഗ്രസ് ആവർത്തിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല, അത് കേന്ദ്ര സർക്കാരിനെയാണ് എന്നുള്ളതാണ് LDF കൺവീനർ EP ജയരാജന്റെ വാക്കുകൾ. MTയുടെ വിമർശനം അത് വലിയ തോതിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാകുന്നു. ഇന്ന് NE സുധീർ അതിലൊരു വിശദീകരണവുമായി രംഗത്തെത്തി. ഇന്നലെ MTയുമായി സംസാരിച്ചിരുന്നു. അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത് നല്ലതാണ് എന്ന് MT പറഞ്ഞു. പക്ഷേ MT അത് വിമർശിക്കുകയായിരുന്നില്ല, ചില യാഥാർത്ഥ്യങ്ങൾ പറയുകയായിരുന്നു എന്നുള്ളതാണ് MT തന്നോട് പറഞ്ഞത് എന്ന് NE സുധീർ വിശദീകരിക്കുന്നതായി നമ്മൾ ഇന്ന് കേട്ടു. എന്താണെങ്കിലും അത് വലിയ തോതിൽ ചർച്ചയ്ക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് പ്രത്യാരോപണങ്ങൾക്കൊക്കെ ഇടവെക്കുന്ന ഒരു സാഹചര്യം. കേന്ദ്ര സർക്കാരിനെയാണ് ഇത് MT വാസുദേവന്റെ വാക്കുകൾ ഉന്നം വെച്ചതെന്ന് EP ജയരാജൻ ആവർത്തിക്കുന്നു. എന്നാൽ കേരളത്തെയും പിണറായി വിജയനെ ഒപ്പം നരേന്ദ്രമോദിക്കും ഇത് ബാധകമാണ് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു കോൺഗ്രസ്. MS അനീഷ് കുമാർ വീണ്ടും ചേരുന്നു. അനീഷ്, ഞാൻ ചോദിച്ചത് ഈ
മുഖ്യമന്ത്രി വേദിയിലിരിക്കുകയാണല്ലോ ആ പരാമർശം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കുമ്പോൾ MT അത്തരത്തിലൊരു പരാമർശം നടത്തുമ്പോൾ അത് ഇത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടാൽ അതിൽ എന്താണ് ഇത്ര അത്ഭുതമുള്ളത്? കാരണം അത്തരത്തിലൊരു പൊതുചർച്ച നടക്കുന്ന ഒരു സാഹചര്യം വിമർശന കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ ആ വേദിയിൽ അത്തരമൊരു പരാമർശം നടത്തിയതിനെ ഏതു തരത്തിലായിരിക്കും CPM-നോ LDF-നോ ന്യായീകരിക്കാൻ കഴിയുക? KLF വേദിയിൽ MT വാസുദേവൻ നായരുടെ പ്രതികരണം അത് വലിയ തോതിൽ ചർച്ചയ്ക്ക് വഴിവെക്കുകയാണ്. MT വാസുദേവൻ നായരുടെ വാക്കുകൾക്ക് പിന്നാലെ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നു. അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മറ്റ് സാഹിത്യകാരന്മാരുടെ എഴുത്തുകാരുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നു. KLF വേദിയിൽ ഒരുപാട് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ ഇനിയും വരും മണിക്കൂർ ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഹായ് അരുൺ സാർ. ദേശാമാനിയും കൈരളിയും ഒക്കെ ഇത് സർക്കാരിനെതിരായ വിമർശനമല്ല എന്ന് MT ഉദ്ധരിച്ച് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഒരു ഔദ്യോഗികമായ വിശദീകരണമോ കുറിപ്പോ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിനോട് അടുത്ത ബന്ധമുള്ളതും സാഹിത്യകാരനുമായ സുധീർ എന്നിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹം ഇങ്ങനെയാണ് കുറിപ്പിൽ പറയുന്നത്. ഇന്നലെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ നാളെ KLF ഉദ്ഘാടന വേദിയിൽ ചിലത് പറയുമെന്നും എല്ലാം വിശദമായി എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നും MT പറഞ്ഞിരുന്നു. അതിത്രയും കനപ്പെട്ട ഒരു രാഷ്ട്രീയ വിമർശനമാകുമെന്ന് ഞാനും കരുതിയില്ല. ഇന്ന് വൈകിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ അതേപ്പറ്റി സംസാരിച്ചു. MT എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ വിമർശിക്കുകയായിരുന്നില്ല, ചില യാഥാർത്ഥ്യം പറയണമെന്ന് തോന്നി, പറഞ്ഞു, അത്ര തന്നെ. അതാർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കാൻ അത്രയും നല്ലത്. അതായത് MT തന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നു. താൻ വിമർശിക്കുകയല്ല, ചില യാഥാർത്ഥ്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കാൻ വാർത്തയിലേക്ക്. CPM-ഉം ലീഗും ഒന്നിച്ചു ഭരിച്ച സപ്തകക്ഷി മുന്നണി ഭരണകാലം ഓർമ്മിപ്പിച്ച് പിണറായി വിജയൻ. ലീഗിനെ ഇടതുമുന്നണിയിൽ എത്തിക്കാനുള്ള നീക്കം എന്ന അഭ്യൂഹം CPI തള്ളിയതിന് പിന്നാലെയാണ് പിണറായി വിജയന്റെ ഈ ഓർമ്മപ്പെടുത്തൽ. EMSന്റെ നേതൃത്വത്തിലെ സപ്തകക്ഷി മുന്നണിയിൽ CPM-ഉം CPI-യും ലീഗും ഒന്നിച്ചാണ് ഭരിച്ചത്. അന്ന് മറുചേരിയിലായിരുന്ന കോൺഗ്രസിനെ ഉന്നമിട്ട് അന്ന് അതിനെ അധിക്ഷേപിച്ച ചിലരുണ്ടായിരുന്നുവെന്നും ആരാണെന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് നടന്ന ദേശാഭിമാനി പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ ഓർമ്മപ്പെടുത്തൽ. ലീഗ് MLA AP ഉബൈദുള്ളയാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. 1967 EMS മന്ത്രിസഭ ഈ പിന്നോക്ക ദേശത്തിന്റെ സമുദ്ധാരണത്തിനും വികസനത്തിനുമായി മലപ്പുറം ജില്ല പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ കൊച്ചു പാകിസ്ഥാൻ കേരളത്തിൽ രൂപീകൃതമായിരിക്കുന്നുവെന്നാണ് RSS ആക്ഷേപിച്ചത്. RSS മാത്രമല്ല, അന്ന് ആ ആക്ഷേപം ഉയർത്തിയത് എന്നതും ചരിത്ര വസ്തുതയാണ്. ആ ചരിത്ര വസ്തുത നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്ന് മാത്രം. ഇപ്പോഴുള്ള പ്രത്യേക കാരണങ്ങളാൽ ആ വസ്തുത അതേ രീതിയിൽ പറയാൻ അന്ന് ആക്ഷേപം ഉന്നയിച്ചവർക്ക് കഴിയില്ല എന്നതും നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ലീഗിന്റെ LDF പ്രവേശന സാധ്യത CPI മന്ത്രി K രാജൻ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. അത്തരമൊരു ചർച്ചയും മുന്നണിയിൽ ഇല്ല എന്ന് K രാജൻ ന്യൂസ് 18-ലെ Q18 അഭിമുഖത്തിൽ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഒരു മുന്നണി വിപുലീകരണത്തിനുള്ള ചിന്തകളോ അത്തരം സാധ്യതകളോ മുന്നണി കാണുന്നുണ്ടോ? ഒരു LDF അങ്ങനെ ഒരു ചർച്ചകളിലേക്ക് മറ്റോ കടക്കുന്നുണ്ടോ? ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു ചർച്ചയിലേക്കും പോയിട്ടില്ല. മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കണം. അത് ഘടകകക്ഷികളെ കൂട്ടിക്കൊണ്ടാണ്. KLF വേദിയിൽ K സച്ചിദാനന്ദൻ സാഹിത്യകാരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം പൊതുപ്രസ്താവനയായിട്ടാണ് EMSനെ അദ്ദേഹം ഉദാഹരിച്ചു. EMSനെ ഉദാഹരിച്ചുകൊണ്ട് എങ്ങനെയാണ് അധികാരം ജനക്ഷേമത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. ബാക്കിയെല്ലാം വിവക്ഷകളാണ്. അതിൽ നിന്ന്
പലർക്കും പല അർത്ഥങ്ങളും കണ്ടുപിടിക്കാം. ആ രീതിയിൽ കണ്ടുപിടിക്കപ്പെട്ട അർത്ഥങ്ങളാണെന്നേ പറയാൻ പറ്റും. എനിക്ക് കേട്ടപ്പോൾ അങ്ങനെ തോന്നി. എനിക്ക് പൊതുവേ തോന്നിയത് അധികാരത്തെ പറ്റിയിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രസ്താവമായിരുന്നു നിശ്ചയമായിട്ടും അത്. അപ്പോൾ അധികാരം പ്രധാനമായിട്ടും പ്രയോഗിക്കേണ്ടത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരവരുടെ അധികാരം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ല എന്നുള്ള ഒരു അധികാരത്തെക്കുറിച്ചുള്ള ഒരു പൊതുവായ അഭിപ്രായ പ്രകടനം ആയിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത്. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെ കാണണമെന്നില്ല. അതിനെ എനിക്ക് തോന്നുന്നു പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാമായിരിക്കും. അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോയെന്ന് MTയോട് തന്നെ ചോദിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. 1957 കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്ന സമയത്ത് അധികാരം അതിന്റെ ലക്ഷ്യമായിരുന്നില്ല. PMS നേതൃപൂജയിൽ വിശ്വസിച്ചിരുന്നില്ല. PMSനെ മാതൃകയാക്കണമെന്നും നിലവിലൊരു കമ്മ്യൂണിസ്റ്റ് തീർച്ചയായിട്ടും അതിൽ അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ട്. EMS അത്തരത്തിലൊരു മാതൃകയാണ്. കാരണം അത് പ്രധാനമായിട്ടും ഒരു വിമോചന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് കമ്മ്യൂണിസം വരുന്നത്. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കമ്മ്യൂണിസം വരേണ്ടത്. അപ്പോൾ കമ്മ്യൂണിസം അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ പുലർത്തുകയും നിലനിർത്തുകയും വേണം എന്നുള്ള, ഞാനതിനെ അങ്ങനെ ഒരു പോസിറ്റീവായ അർത്ഥത്തിലേ അതിനെ എടുക്കുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകൾ പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് ആ മൂല്യങ്ങൾ എല്ലാ കാലത്തും പുലർത്തുന്നുണ്ട്. അതെല്ലാം ഊഹങ്ങളാണ്. അത് അത്തരത്തിൽ നമുക്ക് പലതരത്തിൽ നമുക്ക് യൂണിയനിലുണ്ടായ അപജയം, സോവിയറ്റ് യൂണിയന്റെ അപജയം എന്ന് പറയുന്ന അമിതാധികാരത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അതും തീർച്ചയായിട്ടും ഞാനൊക്കെ തന്നെ വിശ്വസിക്കുന്ന കാര്യമാണ്. അത് സോവിയറ്റ് യൂണിയനിലായാലും, കാരണം സ്റ്റാലിനിസത്തിന്റെ വരവും ഒക്കെ അതിൻ്റെ തകർച്ചയ്ക്ക് കാരണം സോവിയറ്റ് യൂണിയനല്ല, ചൈനയിൽ പോലും പിന്നീടുണ്ടായ വികാസങ്ങൾ നോക്കുമ്പോൾ കമ്മ്യൂണിസം ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചിട്ടുണ്ട് ലോകം മുഴുവൻ. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അമിതാധികാര പ്രയോഗമാണ്. അപ്പോൾ ഒരു പൊതു പ്രസ്താവം അല്ലെങ്കിൽ ഒരു ദാർശനിക പ്രസ്താവം എന്നുള്ള നിലയ്ക്ക് അത് തികച്ചും ശരിയാണെന്ന് ഞാൻ കരുതുന്നു. അതിനൊരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി കാണണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു വ്യക്തി അങ്ങനെ ഒരു പൊതു പ്രസ്താവം നടത്തുമ്പോൾ അതിലൊരു കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ. ഏത് സാഹചര്യത്തിൽ ആരോട് എന്ത് മൂല്യബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിച്ചതെന്നുണ്ടാവും ഉണ്ടാകാം. അത് പക്ഷേ ഒരുപക്ഷെ MT തന്നെ ആ ഒരു കൃത്യമായ സന്ദർഭം അറിയണമെന്നുള്ളൂ. കാരണം അത് പൊതുവെ പറഞ്ഞാൽ ഈ അമിതാധികാര പ്രകടനത്തിനോ അമിതാധികാര പ്രയോഗത്തിനോ ഒക്കെ എതിരായിട്ടുള്ള ഒരു സാമാന്യ പ്രസ്താവം എന്നുള്ള നിലയ്ക്കാണ് എടുക്കേണ്ടത്. കാരണം അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ സന്ദർഭവും എടുക്കാവുന്നതാണ്. ഇന്ത്യയുടെ ഇന്നത്തെ സന്ദർഭം ഇതുപോലെ അങ്ങേയറ്റത്തെ അമിതാധികാര പ്രയോഗത്തിൻ്റെ ഒരു സന്ദർഭമാണ്. അപ്പോൾ ഇന്ത്യയുടെ ഇന്നത്തെ സന്ദർഭത്തിൽ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പ്രധാനമാകുന്നു, എന്തുകൊണ്ട് യഥാർത്ഥമായ തുല്യതയ്ക്ക് വേണ്ടിയും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലുള്ള പ്രസ്ഥാനങ്ങൾ പ്രധാനമാകുന്നു, എന്തുകൊണ്ട് അത് അപജയിച്ചുകൂടാ, എന്തുകൊണ്ട് അത് നിലനിൽക്കുകയും നിലനിൽക്കുന്ന അധികാര വ്യവസ്ഥയ്ക്കെതിരെ പൊരുതുകയും വേണം എന്നുള്ള പ്രസ്താവമായിട്ടും അതിനെ വ്യാഖ്യാനിക്കാം. നമ്മുടെ കേരള സന്ദർഭത്തിലേക്ക് മാത്രം അത് ചുരുക്കണം എന്നില്ല. അതായത് അദ്ദേഹം പറഞ്ഞത് ദാർശനികമായ അർത്ഥത്തിൽ കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ അതിന് കേരളവുമായി ഒരു ബന്ധമില്ലെന്നാണ് ഞാൻ ഇല്ലെന്നോ ഉണ്ടെന്നോ പറയുന്നില്ല. അത് കാരണം അത് ഓരോരുത്തരുടെ ഊഹത്തിന് വിടുക മാത്രമേ ബന്ധത്തുള്ളൂ. കാരണം അദ്ദേഹം കൃത്യമായിട്ട് ഏതെങ്കിലും ഒരാൾ ചൂണ്ടി പറഞ്ഞിട്ടില്ല, ഒരു പ്രത്യേക സന്ദർഭം എടുത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അധികാരത്തെ പറ്റിയുള്ള പൊതുപ്രസ്താവം അത് ഇന്ത്യയുടെ പൊതുസന്ദർഭത്തിൽ എടുക്കാം, കേരളത്തിൻ്റെ പ്രത്യേക സന്ദർഭത്തിൽ എടുക്കാം. അത് കേൾക്കുന്നയാളുടെ വ്യാഖ്യാന സാമർഥ്യവും അല്ലെങ്കിൽ കേൾക്കുന്നയാളുടെ വ്യാഖ്യാന സമ്പ്രദായവും ഒക്കെ അനുസരിച്ച് തന്നെ പറയാൻ കഴിയും. വ്യക്തിപൂജ അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരാളായിരുന്നില്ല, അതുകൊണ്ടാണ് EMS ആരാധനായിത്തീരുന്നത്. പക്ഷേ ഇപ്പോൾ മറ്റ് പലരും അങ്ങനല്ല എന്ന ഒരു വിവക്ഷ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് EMS ആരാധ്യനായത് അദ്ദേഹം വ്യക്തിപൂജയിൽ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ വ്യക്തിപൂജയ്ക്കെതിരായൊരു വിമർശനമുണ്ട്. അത് ഞങ്ങൾക്ക് എല്ലാ എഴുത്തുകാർക്കും അത്തരത്തിലൊരു വിമർശനമുണ്ട്. കാരണം ഞാൻ തന്നെ സ്റ്റാലിനിസത്തെ പറ്റി ധാരാളം ലേഖനങ്ങളും കവിതകളും ഒക്കെ അതിനെതിരായിട്ട് എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വ്യക്തിപൂജ കമ്മ്യൂണിസത്തിൻ്റെ സ്പിരിറ്റിന് എതിരാണെന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അത് കേരളത്തിൻ്റെ സന്ദർഭത്തിൽ പ്രയുക്തമാണെന്ന് ചിലർക്ക് തോന്നുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ പൊതു സന്ദർഭത്തിൽ വളരെ പ്രധാനമാണെന്ന് തോന്നുന്നുണ്ടാവും. അങ്ങനെ പറയാൻ പറ്റില്ല. അമിതാധികാരം ഉണ്ടെന്ന് വളരെ തുറന്ന് സാറ് സമ്മതിക്കുന്നു. പക്ഷേ കേരളത്തിൽ മുഖ്യമന്ത്രി എനിക്ക് ആ താരതമ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. കാരണം പ്രധാനമന്ത്രി ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്തെ മുഴുവൻ തന്നെ അപകടത്തിലേക്കും ഇരുട്ടിലേക്കും
അതിനൊരു മതരാഷ്ട്രവാദത്തിലേക്കും ഫാഷിസത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ മുഖ്യമന്ത്രി ഒരുപക്ഷെ ചെയ്തിരിക്കാവുന്ന ചില തെറ്റുകളും ഇത് രണ്ടും തമ്മിൽ താരതമ്യപ്പെടുന്നത് ശരിയല്ല, ആനുപാതികമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു അനുപാതങ്ങൾ വളരെ വ്യത്യാസമുള്ളതാണ്. ഒരു രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു കാര്യവും ഒരു സംസ്ഥാനത്ത് ചിലപ്പോഴൊക്കെ ഞാൻ നടന്നിട്ടില്ലെന്നൊന്നും പറയും, നടന്നിട്ടുണ്ടാകാവുന്ന അമിതാധികാര പ്രയോഗം അതിൽ രണ്ടും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ വ്യത്യസ്തമായ മാനങ്ങളുള്ള കാര്യങ്ങളാണ്. നമുക്ക് മുഖ്യമന്ത്രിയെ വിമർശിക്കാം, പക്ഷേ അതേസമയം നമ്മൾ രാജ്യം മുഴുവൻ തന്നെ എങ്ങോട്ട് പോകുന്നുള്ള ചോദ്യം ചോദിക്കാതെ നമുക്ക് സംസ്ഥാനത്തിൻ്റെ മാത്രമായ പ്രശ്നങ്ങളിലേക്ക് ഒതുങ്ങാൻ കഴിയില്ല. തീർച്ചയായിട്ടും തെറ്റുകളെ വിമർശിക്കും. കാരണം ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക വ്യവസ്ഥകളിലൊന്ന് അതിനൊരു പ്രതിപക്ഷം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അതിൽ പ്രതിപക്ഷം ഉണ്ടാവും. അത് എഴുത്തുകാരെല്ലാ കാലത്തും വൈലോപ്പള്ളി പറഞ്ഞ പോലെ ഒരു സൗവർണ പ്രതിപക്ഷം ആണ്. അവർക്ക് വിമർശിക്കാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്. തെറ്റുകൾ കണ്ടാൽ വിമർശിക്കണം. അത് ഏത് ജനാധിപത്യ വ്യവസ്ഥയിലും അധികാരികൾ ആ വിമർശനങ്ങൾ ശ്രദ്ധിക്കുകയും വേണം, അതിനോട് പ്രതികരിക്കുകയും വേണം. അക്കാര്യത്തിൽ ഒരു സംശയം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജ്വലിക്കുന്ന സൂര്യനാണെന്നും ചട്ടമ്പി സ്വാമിയെ പോലെയും ശ്രീനാരായണ ഗുരുവിനെ പോലെയും ഒക്കെ ഒരു വീരപുരുഷനാണെന്നാണ് ഇന്നലെ പി ജയരാജൻ പറഞ്ഞു. നേരത്തെ പാർട്ടിയുടെ സെക്രട്ടറി പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീരേതിഹാസത്തിൽ ഒരു വീരപുരുഷനായിട്ടൊക്കെ അവതരിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ഇന്നലെ എനിക്ക് പറഞ്ഞതെന്നാണ് പൊതുബോധം. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഒന്ന് എനിക്ക് പറയാൻ പറ്റും, അത്തരത്തിലുള്ള ഒരു ഫ്ലാറ്ററി അല്ലെ എന്താ പറയുക, മുഖസ്തുതി, അത് കമ്മ്യൂണിസത്തിൻ്റെ പാരമ്പര്യത്തിനോ സംസ്കാരത്തിനോ യോജിച്ച ഒന്നല്ല എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള സംശയമില്ല. അത് കാരണം അങ്ങനെയല്ല, നമ്മുടെ വ്യക്തികളെ മുന്നിൽ വെച്ചുകൊണ്ടല്ല കമ്മ്യൂണിസം മുന്നോട്ട് പോകുന്നത്. അത് അതിൻ്റെതായ പ്രത്യയശാസ്ത്രത്തെ പിന്തുടരുന്നു, ദർശനത്തെ പിന്തുടരുന്നു, സമത്വത്തെ പറ്റിയുള്ള അതിൻ്റെ സങ്കല്പത്തെ പിന്തുടരുന്നു. ആ രീതിയിലാണ് ഈ MT പറഞ്ഞതിൻ്റെയും സൂചന ഒരു പക്ഷേ അത് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതൊരു ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം പ്രശ്നമായി ചുരുക്കേണ്ട, കമ്മ്യൂണിസത്തിൻ്റെ ആഗോള കമ്മ്യൂണിസത്തിൻ്റെ പ്രശ്നമായിട്ടെടുക്കാം, ഇന്ത്യയുടെ പ്രശ്നമായിട്ടെടുക്കാം. അതേസമയം അതിന് വേണമെങ്കിൽ ഈ തരത്തിലുള്ള മുഖസ്തുതികളുടെ ഒരു കമ്മ്യൂണിസവുമായുള്ള പൊരുത്തക്കേട് അതിൻ്റെ ഒരു ആവിഷ്കാരമായിട്ടും എടുക്കാവുന്നതാണ്. അതൊരു വ്യാഖ്യാനമാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് കെ സച്ചിദാനന്ദൻ നടത്തുന്നത്. അത് മുഖ്യമന്ത്രി വേദിയിലിരിക്കെ അത്തരം പരാമർശം നടത്തിയത് വ്യാഖ്യാനമായി മാറാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നുള്ളതാണ് കെ സച്ചിദാനന്ദ പ്രതികരണം. നമ്മൾ കൂടുതൽ വാർത്തയിലേക്ക് മടങ്ങിയെത്താം. ഒരു ഇടവേള കൂടി.